പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ നാഗരാജ ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ചരിത്രവും ഐതിഹ്യവുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ നാഗരാജ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ആദിമൂലം വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രം ആലപ്പുഴ ജില്ലയിൽ കായംകുളം പുനലൂർ റോഡിൽ കറ്റാനത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണിത്. കേരളത്തിലെ ആദ്യത്തെ നാഗരാജ ക്ഷേത്രം എന്നാണ് വിശ്വാസം. നാഗരാജാവായ അനന്തനാണ് ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠ. അനന്തൻ്റെ പുറത്ത് സാക്ഷാൽ ആദിനാരായണനായ മഹാവിഷ്ണു ശയിക്കുന്നു എന്നാണ് വിശ്വാസം. ത്രിമൂർത്തികളായ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരുടെ ചൈതന്യങ്ങൾ ചേർന്ന സങ്കല്പത്തിലാണ് അനന്തൻ്റെ പ്രതിഷ്ഠ. ശിവനോടൊപ്പം തന്നെ അഷ്ടനാഗങ്ങളെയും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. നിലവറയും തേവാരപ്പുരയുമാണ് മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾ തേവാരപ്പുരയും നിലവറയും സന്ദർശിക്കുന്ന ആചാരവും ഇവിടെയുണ്ട്. പരശുരാമനാണ് നാഗരാജാവിനെ ഇവിടെ പ്രതിഷ്ഠിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. കന്നിമാസത്തിലെ വെട്ടിക്കോട് ആയില്യം ഇവിടുത്തെ പ്രസിദ്ധമായ ഉത്സവമാണ്. ശ്രീ പരമേശ്വരൻ നമ്പൂതിരി എന്ന കാരണവർ ഈ നാഗരാജസ്വാമി ക്ഷേത്രത്തിൻ്റെ ഉന്നമനത്തിനായി തൻ്റെ ജീവിതം തന്നെ സമർപ്പിച്ചിരിക്കുന്നു. സസ്യങ്ങളും വൃക്ഷങ്ങളും തിങ്ങി നിറഞ്ഞ 6 ഏക്കർ ഭൂമിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സർപ്പക്കാവിലെ പ്രധാന പ്രതിഷ്ഠകൾ നാഗരാജാവും നാഗരമ്മയുമാണ്. ഇവിടെ പാമ്പുകളോടൊപ്പം ധാരാളം പക്ഷികളും കാണപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്തെന്നാൽ പരശുരാമൻ മണ്ണ് വെട്ടിക്കൂട്ടി അനന്തനെ പ്രതിഷ്ഠിച്ചുവെന്നും അതുകൊണ്ട് തന്നെ വെട്ടിക്കോട് എന്ന് പേര് ലഭിച്ചുവെന്നുമാണ് പറയപ്പെടുന്നത്. ആദ്യത്തെ നാഗരാജ ക്ഷേത്രമായിരുന്നതിനാൽ തന്നെ ഈ ക്ഷേത്രത്തിന് ആദിമൂലം എന്നും പേരുണ്ട്. മഹാവിഷ്ണുവിൻ്റെ ശയനവും വിഷ്ണു സർപ്പവുമായ അനന്തനെ ആദ്യന്തമില്ലാത്ത പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായി താത്രികർ വിശ്വസിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങൾ. ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും ഏറെക്കുറെ വ്യത്യസ്തമാണ്. എല്ലാ ദിവസവും അതിരാവിലെ അഭിഷേകം, നിവേദ്യ സമർപ്പണം, പൂജ എന്നിവ നടക്കും. ബ്രാഹ്മണ മുഹൂർത്തത്തിൽ തന്നെ പ്രഭാത പൂജകൾ പൂർത്തിയാക്കണമെന്നുണ്ട്. അതാണ് അവിടുത്തെ നിയമം. തുടർന്ന് ഉച്ചപൂജയും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ നടക്കും. ഞായറാഴ്ചകളിൽ ദൂരസ്ഥലങ്ങളിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ തങ്ങളുടെ പ്രാർത്ഥനകൾ അർപ്പിക്കാൻ എത്തുന്നു. ആയതിനാൽ തന്നെ അവരുടെ സൗകര്യാർത്ഥം ഉച്ചപൂജയുടെ സമയം നീട്ടുന്നു. അന്നേ ദിവസം ഉച്ചയ്ക്ക് മാത്രമേ ക്ഷേത്രം അടയ്ക്കുകയുള്ളൂ. വൈകുന്നേരങ്ങളിൽ ആചാരപ്രകാരമുള്ള വിളക്ക് തെളിയിക്കൽ മാത്രമേയുള്ളൂ. മറ്റ് പ്രത്യേകിച്ച് പൂജകളൊന്നും തന്നെയില്ല. നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ വാർഷികോത്സവമാണ് ആയില്യം മഹോത്സവം. ആഘോഷങ്ങളോടും ആചാരാനുഷ്ഠാനങ്ങളോടും കൂടിയാണ് ഈ അവസരം ആഘോഷിക്കുന്നത്. ആയില്യം നക്ഷത്രത്തിന് 7 ദിവസം മുമ്പ് ആഘോഷങ്ങൾ ആരംഭിക്കുകയും ഈ ദിവസങ്ങളിൽ പ്രത്യേകം ആചാരങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ക്ഷേത്രത്തിൽ നിന്ന് പുരാതന ബ്രാഹ്മണ ഭവനമായ മേപ്പള്ളിൽ ഇല്ലത്തേക്ക് ആചാരപരമായ ഘോഷയാത്രയാണ് പ്രധാനം. വൈകുന്നേരങ്ങളിൽ നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിനായി ബലിസമർപ്പണം എന്ന ചടങ്ങ് നടത്തുന്നു. നിത്യചടങ്ങുകളോടെ ഉത്സവം സമാപിക്കുന്നു. സംസ്ഥാനത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വൻ ജനപങ്കാളിത്തത്തോടു കൂടിയാണ് ഈ ഉത്സവം നടത്തുന്നത്. മലയാള മാസമായ കന്നിമാസത്തിലാണ് ഇത് നടത്താറ്. നാഗലിംഗപ്പൂക്കളാണ് ഇവിടെ പൂജയ്ക്കെടുക്കാറ്. അതുപോലെ തന്നെ മഞ്ഞളും ഉപ്പും പുറ്റും മുട്ടയുമാണ് പ്രധാന വഴിപാടുകൾ. വർഷത്തിൽ 2 തവണ, അതായത് തുലാമാസത്തിലും കന്നിമാസത്തിലും നടത്തുന്ന പൂയം തൊഴൽ അതിവിശിഷ്ടമാണ്. വെട്ടിക്കോട് ക്ഷേത്രത്തെക്കുറിച്ചുള്ള വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.